നല്ലൊരു AI ടൂൾ വെച്ചിട്ട് എങ്ങനെ ഫ്ലോ ഡയഗ്രാംസും സ്കീമാറ്റിക് ഡയഗ്രാംസും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ തരാം. ഞാൻ ഈ അടുത്തായിട്ട് ഞാനൊരു കാര്യം ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഹൗ ടു ഡു എ സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു സ്കീമാറ്റിക് ഡയഗ്രാം എങ്ങനെ അതിനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിൽ ഒരുപാട് കൺഫ്യൂഷൻ വന്നപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ തേടി ചെന്ന് കിട്ടിയ ഒരെണ്ണമാണ് ഈ MCP, ഐ മീൻ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ സെർവർ. ഇത് നിങ്ങൾ എക്സ്കാലിഡർ എന്ന് പറയുന്ന ടൂൾ കണ്ടു കാണും. അത് നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് എക്സ്കാലിഡർ. ഓക്കെ, സോ ഇതൊരു വൈറ്റ് ബോർഡാണ്. നമുക്ക് അതിനകത്ത് ഷേപ്സ് വരച്ച് നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു സംഭവമാണ്. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്രസൻറ്റേഷൻ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റിയും അതിൻ്റെ കളേഴ്സിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഒരു MCP അവൈലബിൾ ആണ്. സോ അതൊന്നൊരു ക്ലൗഡിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ഈ ഒരു ഗിറ്റബ് റെപ്പോ ഒന്ന് നോക്കിക്കണം. ഇതൊന്ന് നോക്കി, ഞാൻ ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ എക്സ്കാലിഡറയുടെ MCP നിങ്ങൾ ഇതിനകത്ത് പോയി നോക്കുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസിൽ ഇവർ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡ് ദിസ് MCPB എന്ന് പറയുന്ന ഈ ബൈനറി നമുക്ക് ഡൗൺലോഡബിളായിട്ട് അവരോട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ബൈനറി ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ പോയിട്ട് ഈ MCPB ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോൾഡറിൽ വെച്ചേക്ക്. അതിനുശേഷം ക്ലൗഡ് ഓപ്പൺ ചെയ്തിട്ട് ക്ലൗഡിൻ്റെ സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സിൽ പോയി എക്സ്റ്റൻഷൻസ്, അഡ്വാൻസ് സെറ്റിങ്സ് ആൻഡ് ദെൻ ഇൻസ്റ്റാൾ എക്സ്റ്റൻഷൻസ് എന്ന് കൊടുത്തിട്ട് ആ MCPB നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇത് ഇവർ തന്നെ തരുന്നതല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വാണിംഗ് ഒക്കെ തരും. അതായത് ഫുൾ ആക്സസ് ഗ്രാൻഡ് ചെയ്യുന്നതിന് തുല്യമാണെന്നൊക്കെ വാണിംഗ് ഉണ്ട്. സോ അത് നമുക്ക് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഫിഗർ പോയിട്ട് നിങ്ങൾ എന്താണോ പെർമിഷൻസ് കൊടുക്കാനായിരിക്കുന്നത് അത് കൊടുക്കുക. നമ്മൾ ഡ്രോ ഡയഗ്രാമാണ് അതിൻ്റെ മെയിൻ പർപ്പസ്. സോ ലെറ്റ് us യൂസ് ദാറ്റ്. ഐ എം ഗോയിങ് ടു അലൗ ദാറ്റ്. ആൻഡ് എന്തെങ്കിലും സാധനങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം റീഡ് ചെയ്യും. സോ ദിസ് ഈസ് ജസ്റ്റ് ഫോർ സേഫ്റ്റി പർപ്പസ്. ഓക്കെ, സോ ഇനിയാണ് കളി. സോ ഇതിനകത്ത് ഈ എക്സ്കാലിഡർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഈ കണക്റ്റേഴ്സ് ഇതിനകത്ത് പോയി എക്സ്കാലിഡർ നമുക്ക് എനേബിൾ ചെയ്ത് വയ്ക്കണം. വെച്ചതിന് ശേഷം എന്നിട്ട് ഇത് ഒരുമാതിരി നല്ലൊരു റിസൾട്ട് തരണമെങ്കിൽ നമുക്ക് നല്ലൊരു മോഡൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. സോ ഞാനിപ്പോൾ തൽക്കാലം സോണറ്റ് യൂസ് ചെയ്യാം. സോണറ്റ് ഇട്ടിട്ട് നമ്മൾ എത്ര ഡീറ്റെയിൽഡായിട്ട് പറയാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽഡായിട്ട് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കണം. സോ നമുക്കിപ്പോൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം ഒരു എക്സാമ്പിളിന്. Create a detailed AWS architecture diagram for a production Drupal web application with the following components and flow: front-end layer, load balancing and application layer, caching layer, database layer, file storage, support services, network architecture, and flow indicators for all the connections in between these components. Then use appropriate AWS service colors, clear arrows showing data flow, group related components with containers, boxes, and ensure the diagram clearly shows high availability and scalability features. Okay, so well, this looks good. So ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ sit back and relax. ഈ എഡിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടായിത്തരും. സോ ഞാൻ പെർമിഷൻ കൊടുക്കുകയാണ്. One eternity later. സോ ഡയഗ്രാം ഞാൻ വരച്ചു കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയഗ്രാം ഇസ് റെഡി. ഓക്കെ, നമുക്കിതിനകത്ത് വല്ല എഡിറ്റിംഗ് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നതാണ്. സാധാരണ നമ്മളിപ്പോൾ ഒരു ഇമേജ് ക്രിയേഷൻ AI കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ ഇമേജ് ആയിട്ടല്ല തരിക. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചില കണക്ഷൻസ് ശരിയല്ല, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു കോമ്പണൻ്റ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇഫ് യു ലൈക്ക് ദിസ്, ആ റെപ്പോസിറ്ററിയിലൊരു സ്റ്റാർ കൊടുത്തേക്കുക. അത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ കൂട്ടത്തിൽ എനിക്കൊരു സബ്സ്ക്രൈബും തരികയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. സോ വീണ്ടും എന്തെങ്കിലും പുതുതായിട്ട് ഞാൻ പഠിക്കുമ്പോൾ അതും കൊണ്ട് ഇങ്ങോട്ട് വരാം. ബൈ.